ഒരു സ്ഥലത്ത് നിന്ന് 2 ബസ്സുകൾ ഒരേ സമയം ഒരേ ദിശയിൽ യാത്ര തുടങ്ങുന്നു. ഒരു ബസ്സിൻ്റെ വേഗത മണിക്കൂറിൽ 38 കിലോമീറ്റർ, രണ്ടാമത്തെ ബസ്സിൻ്റെ വേഗത മണിക്കൂറിൽ 46 കിലോമീറ്റർ ആണ്. ബസ്സുകൾ തമ്മിൽ 6 കിലോമീറ്റർ അകലത്തിൽ എത്താൻ എത്ര സമയം വേണം? അപ്പോൾ ആദ്യ ബസ്സിൻ്റെ വേഗത എത്ര? മണിക്കൂറിൽ 38 കിലോമീറ്റർ. അതായത് ഒരു മണിക്കൂറിൽ ആ ബസ് 38 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. ആദ്യ ബസ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 38 കിലോമീറ്റർ. അതുപോലെ രണ്ടാമത്തെ ബസ്സിൻ്റെ വേഗത 46 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ 46 കിലോമീറ്റർ. അതായത് ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും? 46 കിലോമീറ്റർ. രണ്ടാം ബസ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം 46 കിലോമീറ്റർ. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആദ്യ ബസ് 38 കിലോമീറ്റർ അകലത്തെത്തിയിട്ടുണ്ടാവും. അതേസമയം ഒരു മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ ബസ്സോ 46 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ബസ്സുകൾ തമ്മിൽ എത്ര അകലം ഉണ്ടാവും? 46 38 കുറച്ചാൽ 8 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ ബസ്സുകൾ തമ്മിലുള്ള അകലം 8 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ അകലം 8 കിലോമീറ്റർ എന്ന് പറയുന്ന അർത്ഥം നമുക്ക് തിരിച്ച് ചിന്തിക്കാം. 8 കിലോമീറ്റർ അകലം ഉണ്ടാവാൻ ഒരു മണിക്കൂർ വേണം. 8 കിലോമീറ്റർ അകലമുണ്ടാവാൻ ഒരു മണിക്കൂർ. അപ്പോൾ 1 കിലോമീറ്റർ അകലം ഉണ്ടാവാനോ? 1 കിലോമീറ്റർ അകലം ഉണ്ടാകാൻ വേണ്ട സമയം 1/8 മണിക്കൂർ. ഇത് 1 കിലോമീറ്റർ അകലം ഉണ്ടാവാൻ നമ്മുടെ ചോദ്യം എന്താ? ബസ്സുകൾ തമ്മിൽ 6 കിലോമീറ്റർ അകലം ഉണ്ടാവാനോ? അപ്പോൾ 6 കിലോമീറ്റർ അകലം ഉണ്ടാവാൻ വേണ്ട സമയം നമ്മൾ ഈ കിട്ടിയതിനെ, അതായത് ഇത് 1 മണിക്കൂർ 1 കിലോമീറ്റർ അകലം ഉണ്ടാവാൻ വേണ്ട സമയമാണ്. അപ്പോൾ 6 കിലോമീറ്റർ അകലം ഉണ്ടാവാൻ വേണ്ട സമയം ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക. 1/8 × 6. നമുക്ക് 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ മുകളിൽ 3 2 6, താഴെ 4 2 8. അപ്പോൾ 3/4 മണിക്കൂർ സമയമാണല്ലോ അത്. 3/4 മണിക്കൂർ. 3/4 മണിക്കൂർ പറഞ്ഞ അർത്ഥം 45 മിനിറ്റാണ് ഉത്തരം.